സൈബർ ലോകത്ത് വളരെ സജീവമാണ്. എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുകയും ഒരുപക്ഷെ സംഘികളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നു, CPM-ൻ്റെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞാൻ ചോദിക്കാൻ വരുന്ന അതല്ല, താങ്കൾ KPCC പ്രസിഡന്റ് ആവണമെന്നുള്ളൊരു ഡിമാൻഡും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. താങ്കൾ തന്നെ ജയിക്കുന്നതാണോ? അല്ല അല്ല, ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഒരല്പം കാത്തിരിക്കാൻ തയ്യാറ് തന്നെയാണ്. ഈ ഒരു ഞങ്ങളെക്കാൾ അല്പം മുകളിലുള്ളൊരു തലമുറയുണ്ട്. ആ തലമുറയ്ക്ക് അവകാശപ്പെട്ടതാണ് ഇപ്പോൾ. ആ തലമുറയിലേക്ക് തന്നെയുള്ള തലമുറ മാറ്റം നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ തലമുറയ്ക്ക് ശേഷം ഒരുപക്ഷെ ഒരു 10-15 വർഷത്തിന് ശേഷം ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കടന്നു വരുന്നതിൽ സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഒഴുക്കുണ്ടാവേണ്ടത്. ഇപ്പം ഒരു സ്റ്റാഗ്നേഷനാണ്. ആ സ്റ്റാഗ്നേഷൻ മാറണം എന്നുള്ള അഭിപ്രായമുണ്ട്. അത് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഒരു ഒഴുക്കുണ്ടാവണം. വളരെ ഊർജ്ജസ്വലനായ ഒരാൾ KPCC പ്രസിഡന്റായിട്ട് വരണം. തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം അനിവാര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലനായിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെയും CPM-ൻ്റെ ഭരണപരാജയങ്ങളെയും ഒക്കെ ഒരുപോലെ തുറന്നെതിർക്കാനും ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ വേണ്ടത്. ഈ ഫേസ്ബുക്കിൽ ഇത്രയധികം പ്രതികരണങ്ങൾ നടത്തുന്നത് ശരിക്കും ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ശരിക്കും പ്രവർത്തിക്കേണ്ടതിന് പകരമാവുന്നല്ലേ? അങ്ങനെ കരുതേണ്ടതില്ലല്ലോ. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ VT ബൽറാമിന് വേണ്ടി മാത്രം സുക്കർബർഗ് ഉണ്ടാക്കിയെന്നല്ലല്ലോ. അതെല്ലാവർക്കും ഉള്ള പ്ലാറ്റ്ഫോമാണ്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. ഒരുപക്ഷെ ആ അഭിപ്രായങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളുടെ ഒരു എന്താ പറയുക വെർത്തിന് അനുസരിച്ചിരിക്കും. ഒരുപക്ഷെ മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ നിലയിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മൾ ഫേസ്ബുക്കിൽ മാത്രം അഭിപ്രായം പറയും, ഫേസ്ബുക്കിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊന്നും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കില്ലല്ലോ. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഈ ചാനലൊരു മാധ്യമമാണ്, പത്രങ്ങളൊരു മാധ്യമമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ ഒരു പുതിയ ഒരു മീഡിയ, ന്യൂ മീഡിയയാണ്. ആ മീഡിയയെ കൂടി ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഉപയുക്തമാവുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ താങ്കൾ അവതരിപ്പിക്കാനിരുന്ന ബില്ല് പോലും ഫേസ്ബുക്കിലൂടെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞ ഇടയ്ക്കൊരു വിമർശനം കേട്ടു. അത് ഞാൻ ആദ്യ തവണ MLA ആയിരുന്ന സമയത്ത്, ഏതാണ്ട് 5-5.5 വർഷം മുമ്പാണ്. അന്നൊരു പക്ഷേ ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാവരെ സംബന്ധിച്ചോളം പുതുതായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ആദ്യം ഫേസ്ബുക്കിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു ബില്ലിൻ്റെ കരട് രൂപം ഒരു ജനകീയ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതിനെ ആ ബില്ലിനെ ഒന്നുകൂടി മിനുക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സോളിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ചർച്ചയ്ക്കായി വെച്ചു എന്നുള്ളൂ. അന്ന് അത് വലിയ അപരാധമാണ്, പ്രിവിലേജിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഇന്ന് മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരുടെ മന്ത്രിസഭയുടെ ബജറ്റാണ് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമ്മളെല്ലാവരും അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടത്. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, അല്ലെ കണക്ടിവിറ്റി, ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ, അല്ലെങ്കിൽ യുവതലമുറയിലോ അല്ലെങ്കിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിൽ നടക്കുന്നുണ്ട്. അതിൽ ഈ മൊബൈൽ ഫോണിനും വാട്സപ്പ് ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പങ്കില്ലെന്ന് താങ്കൾക്ക് പറയാൻ പറ്റും? ഏതൊരു ടെക്നോളജിയും കടന്നു വരുമ്പോൾ അതിനെ ആളുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണമുണ്ടാവും, ദോഷവും ഉണ്ടാവും. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ഒരു ജനജാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും സർക്കാരുകൾക്ക് പോലും വേണ്ട രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യ ആയാലും ശരി, ലോ അക്കാഡമി വിഷയത്തിലായാലും ശരി, അത്തരത്തിലുള്ള പല വിഷയങ്ങളിലും സർക്കാരുകൾ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാക്കപ്പെടുകയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ അവരതൊക്കെ ഇഗ്നോർ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ EP ജയരാജൻ്റെ രാജിയിലേക്ക് തന്നെ നയിച്ചത് സോഷ്യൽ മീഡിയയിൽ CPM അനുഭാവികൾക്ക് പോലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയാതെ, പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ആദ്യമൊക്കെ അത് ഇഗ്നോർ ചെയ്യായിരുന്നു. പഴയ പാർട്ടി ശീലം വെച്ച് അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്തു പോകാനാണ് മുഖ്യമന്ത്രി അടക്കം ശ്രമിച്ചത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ശക്തിപ്പെട്ടതുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ ആ നിലയിൽ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തികൾ എന്ന നിലയ്ക്ക് പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് ഏതൊരു ടെക്നോളജിക്കും ഉണ്ടാവുന്നതാണ്. ഒരു നിലനിൽക്കുന്ന ചില സങ്കല്പങ്ങളിൽ നിന്ന്, ചില സോഷ്യൽ മൈൻഡ് സെറ്റിൽ നിന്ന് പുതിയ ചില മൈൻഡ് സെറ്റുകളിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഇത്തരത്തിലുള്ള പല ദുരുപയോഗങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ചും ബോധവൽക്കരിക്കുക, എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉത്തരവാദിത്തത്തോടു കൂടി ഇടപെടാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും